എല്ലാരും ഓട്ടവും ബഹളവും ആ വൃത്തികേട് കണ്ടില്ലേ എവിടെ അയ്യേ. ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പണി വരുന്നുണ്ടവറാച്ച. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മാനം പോയ അഭിനയ തൊഴിലാളികൾ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം. മെയിൻ ആയിട്ട് ഈ റിപ്പോർട്ടിനകത്ത് എന്തു പറയുന്നത്, പെണ്ണുപിടി, മയക്കുമരുന്ന്, ഇതാണ് ഇത് കംപ്ലീറ്റ്. ഇതാണ് നീ ഒരുമാതിരി സാധാ മല്ലൂസിനെ പോലെ ഗുണ്ട് ഗുണ്ട് എന്ന് പറഞ്ഞ കളിയാക്കല്ലേ. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. സിനിമ എടുക്കാൻ പോകുന്നത് തന്നെ പെണ്ണുപിടിക്കാൻ വേണ്ടിയിട്ടും എന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ടിനകത്ത് മൊത്തം പറഞ്ഞേക്കുന്നത്. നിനക്ക് തിരക്കിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ എവിടെ നടാ നേരം. പിന്നല്ലാതെ എനിക്ക് സ്റ്റെപ്പനിയുടെ പണി മാത്രമേ അറിയൂ. പല പ്രമുഖ നടിമാരും കിടന്നു കൊടുത്തിട്ടാണ് ആ ഒരു പൊസിഷനിൽ എത്തിയെന്ന് വരെ ഈ സാധനത്തിനകത്ത് പറയുന്നുണ്ട്. ആട്ടിന്റെ കാറ്റ മുട്ടി ഞാൻ ഓടിക്കും. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. സിനിമ എന്ന് പറയുന്നത് എല്ലാത്തരം കൊടുക്കൽ വാങ്ങലുകൾ ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്തൊരാൾക്ക് നമ്മളെ ചതിക്കാനാവില്ല. കൂടാതെ സ്വന്തം അമ്മ വരെ ഈ പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് കിടന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് വിടുന്ന ടീംസ്. ഇതാണ് അമ്മ പറഞ്ഞ പരസ്യം, ഇതാണ് അമ്മ പറഞ്ഞ എന്റെ ഭാവി. ഇനി എത്ര പേരും കൂടി വരും? വില്ലിങ് ആയിട്ട് കിടന്നു കൊടുക്കുക. ഞാൻ കിടന്നു കൊടുക്കാതെ എനിക്ക് സിനിമയിൽ അവസരം തന്നാൽ മതി എന്നും പറഞ്ഞ് ചെന്ന് കയറുന്ന പെൺകുട്ടികളുണ്ട്. ഈ ശാപം എന്റെയും കൂടെ തലേ വീഴുമെന്ന എന്റെ ഇപ്പോഴത്തെ പേടി. ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, പക്ഷെ ഇതിന് വില്ലിംഗ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട്. ഈ ലോകം ഒരു സൂപ്പർ മാർക്കറ്റാ, എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എന്തിനാ? ഫോർ സെയിൽ. എന്നുവെച്ചാ ഞാൻ ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ്. നമുക്ക് ജീവിക്കണ്ടേ? ഇക്കാലത്ത് 70% പെമ്പിള്ളേര് പോക്ക് കേസാകുന്നത് ഈ തള്ളമാര് കാരണമാണ്. സംവിധായകൻ ഇരിക്കുവാൻ പറയുമ്പോൾ കിടന്നു കൊടുത്തിട്ട് അടുത്ത പടത്തിൽ വേഷം കിട്ടിയില്ലെങ്കിൽ അയ്യോ എന്നെ അഭിനയ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് നടക്കുന്നവരുമുണ്ട്. ഞാൻ എല്ലാവരെയും പറ്റിച്ചു, ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു സംഘടനയുണ്ട് അമ്മ എന്ന് പറയുന്നത്. അഭിനയ തൊഴിലാളികളുടെ സംഘടനയുടെ പേര് അമ്മ എന്നത് മാറ്റണം. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. ഇന്റെ പൊന്നു പോലെ അതിനെ അമ്മയൊന്നും വിളിക്കല്, AMM എന്നോ അല്ലെങ്കിൽ കുഞ്ഞമ്മയെന്നോ എന്തൊരിലൊക്കെ വിളിക്കും. ചുമ്മാ അമ്മ ആരെയും കൂടെ ചീത്ത വിളിക്കാൻ പറയല്. കഴമ്പുമില്ലാത്ത ഒരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും വലിയ ചൂഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു മാങ്ങാത്തുലിയും ചെയ്യാതെ മിണ്ടാതിരുന്നു ഓർക്കുമ്പോഴാണ് എനിക്ക് പുച്ഛം. പറയാൻ പോയാ പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ പരദൂഷണമായി, വർത്തമാനമായി, ഓരക്ക് പഴയ കാലമല്ല. ഞാനിത് ആരോടും പറയത്തില്ല, നീയും പറയണ്ട. കമ്മികൾക്ക് എല്ലാം കമ്മിയായതുകൊണ്ട് നമുക്ക് ആ പിച്ചുമ്പയും ക്ഷമിക്കാം. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ. പ്രേക്ഷകരോട് പറയുവാനുള്ളത് ഇവരെ എല്ലാം വെറും അഭിനയ തൊഴിലാളികൾ എന്ന നിലയിൽ മാത്രം കാണുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു താരപരിവേഷവും നാം കൊടുക്കരുത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ.